പൊന്നാനിയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന നെയ്തൽ ഫെസ്റ്റിവലിന് തുടക്കമായി. പ്രമുഖ വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ 101 വാദ്യകലാകാരന്മാർ അണിനിരന്ന ചെണ്ടമേളത്തോടെയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടന ദിവസം 5 സെമിനാർ സെഷനുകളും സ്കൂൾ വിദ്യാർത്ഥികളുടെ ഏകദിന ക്യാമ്പും നടന്നു. പൂക്കളെയും പുഴകളെയും കുറിച്ച് എന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ എം സ്വരാജ്, ലോകരാഷ്ട്രീയവും ഫുട്ബോളും വിഷയമായ പന്തുലച്ച ഗോൾ വലകൾ എന്ന സെഷനിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്, മലപ്പുറം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ, എഴുത്തുകാരൻ രാജീവ് രാമചന്ദ്രൻ എന്നിവരും സെവൻസിലെ അനുഭവവും 11സിലെ കാഴ്ചകളും എന്ന സെഷനിൽ അനസ് എടത്തൊടിക, സൂപ്പർ സ്റ്റുഡിയോ അഷ്റഫ്, പുരുഷോത്തമൻ, MM ജാഫർ ഖാൻ, സുബൈർ വാഴക്കാട്, നൂറ അയ്യൂബ്, അൻസാരി കോഡൂർ, രാജീവ് രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. വലിയ കവിയെ ഒരു ശിശുവാക്കി മാറ്റിയത് ഒരു പൂവാണ്, ഒരു ചെറിയ പൂവാണ്. ആ പൂവ്, ആ വേള അദ്ദേഹത്തെ കൂടുതൽ മനുഷ്യനാക്കി മാറ്റുന്നു, കൂടുതൽ ആർദ്ര ഹൃദയമുള്ള ഒരാളാക്കി മാറ്റുന്നു. ഇത് ഏത് പൂവും മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ആ സന്ദർഭത്തിൽ അന്നാ അഗ്മത്തോവ റോബർട്ട് ഫ്രോസ്റ്റിന് ആദരം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതിയ കവിതയുടെ പേര് ദ ലാസ്റ്റ് റോസ് എന്നായി. നമ്മളിപ്പോ ഒരാളെ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൂവ് കൊടുത്ത് സ്വീകരിക്കും. എന്തിനാണ് ഒരു പൂവ് കൊടുക്കുന്നത്? ONV എഴുതുന്നത്, വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ, കേൾക്കൂ നീ അതിൽ എന്റെ ഹൃദയം വായിച്ചുവോ എന്ന്. വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ, കേൾക്കൂ നീ അതിൽ എന്റെ ഹൃദയം വായിച്ചുവോ. ഓരോ പൂവിലും അത് കൊടുക്കുന്ന ഒരാളുടെ ഹൃദയം കൂടിയും. അതുകൊണ്ടാണ് പ്രണയിക്കുന്ന ഒരു പൂവൊക്കെ കൊടുക്കുന്നത്. എളുപ്പത്തിൽ ഒരു സാധനം പറിച്ചു കൊടുക്കുകയല്ല, ആ വാക്കുകൾക്കാവാത്തത് പ്രതിഫലിപ്പിക്കുന്നു ആ പൂവിൽ. അങ്ങനെയാണ് ആ പൂവിനെ ONV വിശേഷിപ്പിക്കുന്നത്. ഭരണകൂടം വേട്ടയാടുന്ന മാധ്യമപ്രവർത്തകരുടെ അനുഭവവും ചെറുത്തുനിൽപ്പും പങ്കുവച്ച മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിലക്ക്, പ്രതിരോധം സാധ്യമോ എന്ന സെമിനാറും ശ്രദ്ധേയമായി. പ്രമുഖ മാധ്യമപ്രവർത്തകരായ KK ഷാഹിന, ധന്യ രാജേന്ദ്രൻ, ലീന രഘുനാഥ്, ജിനോയ് ജോസ് എന്നിവർ പങ്കെടുത്തു. സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരുടെ അനുഭവവും അതിജീവനവും വിഷയമായ പൗരത്വം, കുടിയേറ്റം, അതിജീവനം എന്ന സെമിനാർ സെഷനിൽ A. വിജയരാഘവൻ, സോമി സോളമൻ, റഷീദ ബാനു, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, KM ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്നിവർ പങ്കെടുത്തു. സശക്ത് പഞ്ചായത്ത് നേതൃ അഭിയാൻ ബീക്കൺ അവാർഡ് നേടിയ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധുവിനെ KK ശൈലജ ടീച്ചർ ആദരിച്ചു. വിജു നായരങ്ങാടി എഴുതിയ മനുഷ്യ കഥാനുഗാനം എന്ന പുസ്തകം സുനിൽ P. ഇളയിടം E. ജയകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. അജിത് കൊളാടി, KT സതീശൻ, MS അജിത്, സ്റ്റാലിൻ ദാസ്, ഹരി ആനന്ദകുമാർ, ഇബ്രാഹിം പൊന്നാനി എന്നിവർ സംസാരിച്ചു. പൊന്നാനി കളരിയിലെ MT കാലം എന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ രാധാകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, V. മോഹനകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തലയിലുള്ളതെന്താണ് എന്ന് ചോദിച്ചാൽ മാലിന്യമാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. അപ്പം അതിനിടയിൽ നിന്നുകൊണ്ടാണ്, വേണമെങ്കിൽ കഴുത്തറ്റം മാലിന്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഫുട്ബോളിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയാം. മാറഡോണ മലപ്പുറത്തുകാർക്ക് മാത്രമല്ല, മലയാളികൾക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ഒരാളെ പോലെ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഭൂമിയുടെ മറ്റേ പകുതിയിൽ ജീവിച്ച ഒരു താരമായിട്ട് നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത അപരിചിതത്വം അനുഭവപ്പെടുന്ന ഒരാളായിട്ടോ അല്ല മാറഡോണയെ നമ്മളെല്ലാം കാണുന്നത്. It's a great feat. Delicioso. Oh, are Akbar Charles in Italy? Yes, they have an office there in Roma, also in the UK, USA, Gulf. Very good service. Yeah, very good service.
How is your trip so far? Simply wonderful trip to India. Our travel partner took care of everything for us. Visa, hotel bookings at different places, flights, money transfer. Do you know? It's an Indian company. Akbar Travels. Corretto. Excuse me, Yes. are you from Italy? Yes, we are. We are visiting Italy next month. Buono. Good. We will be visiting Venice, Milan, Rome. Everything's arranged. Akbar Travels? Yes, Akbar Travels. For over 40 years, one Indian company has been bringing people closer. Akbar Travels, your travel partner.